ഡോക്ടർ ജോഷി എബ്രഹാം എഴുതിയ പരലോകം പരിശ്രമത്താലോ എന്ന ലഘുലേഖയുടെ ഓഡിയോ വേർഷനാണ് നിങ്ങൾ കേൾക്കുന്നത്. പ്രസിദ്ധീകരണം എസ്ര പബ്ലിഷിംഗ് ഹൗസ്. ഈ ലഘുലേഖയിലെ ബൈബിൾ ഉദ്ധരണികൾ ബെബ്ലിക്കയുടെ സമകാലിക മലയാള വിവർത്തനത്തിൽ നിന്നും ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ സത്യവേദ പുസ്തകത്തിൽ നിന്നും ഉള്ളതാണ്. ബൈബിൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സാമാന്യ വിശ്വാസികളെ തിരുവചന സത്യങ്ങൾ അതിന്റെ ആധികാരികതയോടുകൂടി കൈകാര്യം ചെയ്യാൻ പ്രാപ്തരാക്കുന്നതിന് മുതൽക്കൂട്ടാകുന്ന വൈവിധ്യമാർന്ന ഈടുറ്റ ബൈബിൾ പഠന ഗ്രന്ഥങ്ങൾ സൃഷ്ടിക്കുകയും പരിഭാഷപ്പെടുത്തുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുകയാണ് എസ്ര പബ്ലിഷിംഗ് ഹൗസിന്റെ ലക്ഷ്യം. പരലോകം പരിശ്രമത്താലോ. ഓരോ ദൈവവിശ്വാസിയും തന്റെ മരണാനന്തര ജീവിതം അഥവാ മോക്ഷപ്രാപ്തി ഏറ്റവും ആനന്ദപ്രദമായിരിക്കണം എന്ന ശുഭപ്രതീക്ഷയിലാണ് ഈ ലോക ജീവിതം നയിക്കുന്നത്. എന്നാൽ അത് എപ്രകാരം യാഥാർത്ഥ്യമാക്കാൻ കഴിയും എന്ന ആശങ്ക ഭൂരിഭാഗം ആളുകൾക്കുമുണ്ട്. എന്നിരുന്നാലും ആ പ്രതീക്ഷ സഫലമാക്കാൻ അക്ഷീണം പരിശ്രമിക്കുന്നവരാണ് മിക്കപേരും. തങ്ങളുടെ ബുദ്ധിയും സാമർഥ്യവും കൊണ്ട് ലോകം കീഴടക്കാൻ വെമ്പുന്ന മനുഷ്യർ തങ്ങളുടെ പരിശ്രമങ്ങൾ യുക്തിസഹമാണോ എന്നുകൂടി സഗൗരവം വിലയിരുത്തിയിരുന്നെങ്കിൽ എത്രയോ മെച്ചമായിരുന്നു. ഇതിനായി ആരാണ് ദൈവം? ദൈവവും മനുഷ്യരും തമ്മിലുള്ള ബന്ധം എന്താണ്? മോക്ഷപ്രാപ്തിക്ക് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? ദൈവം മാനവജാതിക്കായി ഒരുക്കിയിട്ടുള്ള മോക്ഷമാർഗം എന്താണ്? എന്നിവയെക്കുറിച്ചുള്ള വ്യക്തത ഓരോ വ്യക്തിക്കും ഉണ്ടായിരിക്കേണ്ടത് അനിവാര്യമാണ്. ആരാണ് ദൈവം? ദൈവവിശ്വാസികൾ തങ്ങളുടെ വിശ്വാസം, പാരമ്പര്യം, മതഗ്രന്ഥം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവിധ പേരുകളിൽ ദൈവം എന്ന സ്വത്വത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അതോടൊപ്പം ദൈവത്തെക്കുറിച്ചുള്ള വിവിധ സങ്കല്പങ്ങൾ വ്യത്യസ്തമെങ്കിലും അവയെല്ലാം അടിസ്ഥാനപരമായി ഒരു സത്തയുടെ വ്യത്യസ്ത രൂപങ്ങളാണ് എന്ന ചിന്താഗതിയും വളരെ പ്രബലമാണ്. എന്നാൽ തങ്ങളുടെ വിശ്വാസത്തിന് ആധാരമായി പരിഗണിക്കപ്പെടുന്ന വസ്തുതകൾ എന്തുതന്നെ ആയാലും അവ മുന്നോട്ടുവെക്കുന്ന ആശയങ്ങൾ യുക്തിസഹമാണോ എന്നുകൂടി വിലയിരുത്തേണ്ടതുണ്ട്. അതായത് പൊതുവായ ദൈവബോധത്തെക്കാൾ ഓരോരുത്തരുടെയും വീക്ഷണത്തിലുള്ള ദൈവം എന്ന സ്വത്വത്തിൽ അന്തർലീനമായിരിക്കുന്ന ആശയം യുക്തിസഹമോ എന്നാണ് വിലയിരുത്തേണ്ടത്. മാത്രവുമല്ല 2+2=4 ദൈവത്തെക്കുറിച്ചുള്ള വ്യത്യസ്ത ചിന്താഗതികളെല്ലാം തത്വത്തിൽ 1 എന്ന അവതരണത്തിനു പിന്നിലെ യുക്തിയും നാം അന്വേഷിക്കേണ്ടതുണ്ട്. ഈ ഭൂമിയിൽ ദൈവത്തെക്കുറിച്ച് ഉരുത്തിരിഞ്ഞ ചിന്താഗതികളെ പൊതുവെ 2ആയി തരംതിരിക്കാൻ കഴിയും. അതിലൊന്ന് ദൈവം ഒരു വ്യക്തിയല്ല, കേവലമൊരു ശക്തി മാത്രമാണ് എന്നും ദൈവം ശക്തിയുള്ള ഒരു വ്യക്തിയാണ് എന്നുമാണ്. ഈ ചിന്താഗതികൾക്ക് പല വകഭേദങ്ങളുണ്ടെന്നുള്ള വസ്തുത വിസ്മരിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ കേവലശക്തി മാത്രമുള്ള ഒന്നാണോ, ശക്തിയുള്ള ഒരു വ്യക്തിയാണോ സത്യദൈവം എന്ന് ഓരോ ദൈവവിശ്വാസിയും സസൂക്ഷ്മം വിശകലനം ചെയ്യുകയും തങ്ങളുടെ വിശ്വാസം യുക്തിക്കു നിരക്കുന്നതോ അന്ധമായതോ എന്നു പരിശോധിക്കുകയും വേണം. യുക്തിക്കു നിരക്കാത്തതും മതപരമായ ചില ചിന്താഗതികളും വ്യക്തമാക്കുന്നതിനുള്ള ഒരു പദമായി വിശ്വാസത്തെ നിരീശ്വരവാദികൾ പലപ്പോഴും വീക്ഷിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വീക്ഷണം സത്യമെങ്കിൽ സാധാരണ സംഭാഷണത്തിൽ നാം വിശ്വാസം എന്ന പദം ഉപയോഗിക്കാൻ പാടില്ല. എന്നാൽ ഏതൊരു സമൂഹത്തിലും സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു പദമാണ് വിശ്വാസം എന്നത്. സത്യത്തിൽ അധിഷ്ഠിതമായ ആശ്രയമാണ് വിശ്വാസം. അതുകൊണ്ട് പറയപ്പെട്ട സത്യത്തിന്റെ വിശ്വാസ്യത എല്ലായ്പ്പോഴും സാധുവായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. അത് എല്ലായ്പ്പോഴും പ്രസ്തുത സത്യം വെളിപ്പെടുത്തുന്ന വ്യക്തിയിൽ കേന്ദ്രീകരിച്ചാണ് നിലകൊള്ളുന്നത്. സത്യം യുക്തിക്കു നിരക്കും വിധം സാധൂകരിക്കപ്പെട്ടില്ലെങ്കിൽ സത്യമെന്ന് വിളിക്കപ്പെടുന്നവ കേവലം മിഥ്യയാകാനേ തരമുള്ളൂ. സത്യം ഏത് തലത്തിലുള്ളതും ആയിക്കൊള്ളട്ടെ, ഒരു മനുഷ്യന് ഏതെങ്കിലും ഒരു വസ്തുത സത്യമാണ് എന്നു വിശ്വസിക്കാൻ ആ വസ്തുതയെക്കുറിച്ച് മറ്റൊരു വ്യക്തിയുടെ സാക്ഷ്യപ്പെടുത്തൽ അല്ലെങ്കിൽ ഇടപെടൽ അനിവാര്യമാണ്. ഈ പ്രക്രിയയിൽ ഒരു വ്യക്തിയുടെ സാക്ഷ്യപ്പെടുത്തലോ ഇടപെടലോ പ്രത്യക്ഷമായ നിലയിൽ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ ഏറ്റവും കുറഞ്ഞത് തന്റെ യുക്തിബോധമെങ്കിലും, അതായത് റീസണിങ്, ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് പരസ്പര ആശ്രയത്വത്തോടെ ജീവിക്കുന്ന ഒരു സമൂഹത്തിന്റെ സമാധാന അന്തരീക്ഷം നിലനിർത്തുന്നതിൽ വിശ്വാസം ഒരു നിർണായക പങ്കുവഹിക്കുന്നു. ഉദാഹരണത്തിന് സാമ്പത്തിക, ധാർമ്മിക വിഷയങ്ങളിലുള്ള പരസ്പര വിശ്വാസം, നാം സഞ്ചരിക്കുന്ന വിമാനം, വാഹനം എന്നിവ നിയന്ത്രിക്കുന്നവർ നമ്മെ ചതിക്കുകയില്ല എന്ന വിശ്വാസം, എന്തിനേറെ നാം താമസിക്കുന്ന വീട് തകർന്ന് ആർക്കും അപകടം സംഭവിക്കുകയില്ല എന്ന വിശ്വാസം. ഈ സാഹചര്യങ്ങളിലെല്ലാം എന്റെ വിശ്വാസം എനിക്ക് നേരിട്ട് അറിയാവുന്നതോ അല്ലാത്തതോ ആയ ഓരോ വ്യക്തിയിൽ അധിഷ്ഠിതമായാണ് നിലകൊള്ളുന്നത്. സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി, പരിമിതികൾക്ക് അതീതൻ എന്നീ സ്വഭാവസവിശേഷതകൾ ദൈവത്തിനു മാത്രമുള്ള വിശേഷതകളാണെന്നും എന്നാൽ മനുഷ്യർ എല്ലാ നിലകളിലും പരിമിതികൾക്കു വിധേയനുമാണെന്നും ദൈവവിശ്വാസികൾ എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്നു, പ്രത്യേകിച്ച് ദൈവവുമായി താരതമ്യം ചെയ്യുമ്പോൾ. പരിമിതികൾക്കുള്ളിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഭൗതികലോകത്തിലെ വസ്തുതകൾ സത്യമാണെന്നു വിശ്വസിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞത് തന്റെ യുക്തിബോധമെങ്കിലും വിനിയോഗിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ യുക്തിബോധം തൊട്ടുതീണ്ടിയിട്ടുപോലുമില്ലാത്ത ഒന്നായി ശക്തി നിലനിൽക്കുന്നിടത്തോളം ദൈവം കേവലം ശക്തി മാത്രമാണ് എന്ന വിശ്വാസം അന്ധവിശ്വാസമല്ലാതെ മറ്റെന്താണ്? ഈ പശ്ചാത്തലത്തിലാണ് സത്യദൈവവും നിത്യജീവനും ആകുന്ന ക്രിസ്തുയേശുവിന്റെ "ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല"
ഇന്ന് അവകാശവാദത്തിന് പ്രസക്തിയേറുന്നത്. യേശു കർത്താവിന്റെ ഇപ്രകാരമുള്ള അവകാശവാദങ്ങളും തന്റെ പ്രവൃത്തികളും താൻ ശക്തിയുള്ള ഒരു വ്യക്തിയാണെന്നും താൻ തന്നെയും ദൈവമാണെന്നും വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. മാത്രവുമല്ല, ഞാൻ നിങ്ങളോട് സത്യം സത്യമായി പറയട്ടെ, അബ്രാഹാം ജനിക്കുന്നതിനു മുമ്പേ ഞാൻ ആകുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു തുടങ്ങിയ അവകാശവാദങ്ങൾ ദൈവപുത്രനായ ക്രിസ്തു തന്റെ മനുഷ്യാവതാരത്തിനു മുൻപുതന്നെ ഉണ്ടായിരുന്നു എന്നും പിതാവായ ദൈവവുമായി താൻ സത്തയിൽ ഒന്നാണെന്നും വെളിപ്പെടുത്തുന്നു. വാക്യങ്ങൾ 1 യോഹന്നാൻ 5:20, യോഹന്നാൻ 14:6, 8:58, 10:30. ഇവിടെ ഒന്നിലധികം ദൈവങ്ങൾ ഉണ്ടോ എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരാം. സത്യദൈവത്തിന്റെ വെളിപ്പാടായ വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം സത്തയിലും ആളത്വത്തിലും ഒന്നായി നിലകൊള്ളുന്ന ദൈവമല്ല, പ്രത്യുത സത്തയിൽ ഒന്നും 3 ആളത്വവുമായി നിലകൊള്ളുന്ന ഏകദൈവമാണ്. ഇത് പ്രാഥമികമായി മനുഷ്യന്റെ യുക്തിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നല്ല എന്ന ആരോപണം ഉന്നയിക്കപ്പെട്ടേക്കാം. പരിമിതികളുള്ള മനുഷ്യന് ഇതു മനസ്സിലാക്കാൻ കഴിയില്ല എങ്കിലും പരിമിതികൾക്കതീതനും സർവശക്തനുമായ ദൈവത്തിന് സത്തയിൽ ഒന്നും 3 ആളത്വവുമുള്ള ഏകദൈവമായി നിലകൊള്ളാൻ കഴിയും. അത് മാനുഷിക യുക്തിക്ക് നിരക്കുന്നതല്ലെങ്കിൽ കൂടി. അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്ന സത്തയിൽ ഒന്നും 3 ആളത്വവുമുള്ള ദൈവം മാത്രമാണ് ഏകസത്യദൈവം. അപ്രകാരമല്ലാത്തവയെല്ലാം മനുഷ്യന്റെ ബുദ്ധിമൂശയിൽ ഉരുത്തിരിഞ്ഞ ചില മിഥ്യാധാരണകൾ മാത്രം. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം. ദൈവവിശ്വാസിയായ എനിക്ക് ഞാൻ വിശ്വസിക്കുന്ന ദൈവവുമായി എന്തു ബന്ധമാണുള്ളത്? പരലോക പ്രവേശനം സാധ്യമാകുന്നതിൽ ഈ ബന്ധം നിർണായക പങ്കുവഹിക്കുന്നു. തങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഒരു വ്യക്തിയാണെങ്കിൽ മാത്രമേ ബന്ധം എന്ന വാക്കിനുപോലും പ്രസക്തിയുള്ളൂ. എന്നാൽ ദൈവം വ്യക്തിയല്ല, കേവലം ഒരു ശക്തി മാത്രമെങ്കിൽ അപ്രകാരമുള്ള ഒരു ബന്ധം സ്ഥാപിക്കുക എന്നത് അസാധ്യവുമാണ്. വ്യക്തിത്വം ഇല്ലാത്തവയെല്ലാം വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കപ്പെടുന്ന ഉപകരണങ്ങളും ഉപയോഗശേഷം വലിച്ചെറിയപ്പെടുന്നവയും മാത്രമായിരിക്കും. ഈ വസ്തുത നിലനിൽക്കെ ഓരോ ദൈവവിശ്വാസിയും തങ്ങൾ ഒരു ദൈവാന്വേഷിയായി ജീവിക്കുന്നത് എന്തിനു എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ദൈവവിശ്വാസികളിൽ ബഹുഭൂരിപക്ഷവും എന്റെ ആഗ്രഹാഭിലാഷങ്ങൾ സഫലമാക്കിത്തരുന്ന ഒന്നാണ് ദൈവം എന്നാണ് പൊതുവെ കരുതുന്നത്. ഈ ചിന്താഗതി വെച്ചുപുലർത്തുന്നവർ തങ്ങളുടെ ആഗ്രഹാഭിലാഷങ്ങൾ നിറവേറ്റപ്പെടാതിരിക്കുമ്പോൾ മറ്റൊരു ദൈവത്തെ അല്ലെങ്കിൽ ശക്തിയെ തേടിപ്പോകുന്നതും സ്വാഭാവികമാണ്. യുക്തിബോധമുള്ള മനുഷ്യൻ ഈ വസ്തുതയുടെ സാംഗത്യം വിലയിരുത്താതെ അവ അന്ധമായി പിന്തുടരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഒരു സാമൂഹ്യജീവിയായ മനുഷ്യന് നിരവധി ആവശ്യങ്ങളുണ്ട്. താൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ക്രമീകരണം ഒരു ഉദാഹരണമായി പരിഗണിക്കാം. ചില ഉത്തരവാദിത്വങ്ങൾ കൃത്യമായി നിർവഹിക്കണം എന്നു പറയുന്ന വ്യക്തിയാണോ നൽകപ്പെട്ട ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുന്ന വ്യക്തിയാണോ ഉന്നതസ്ഥാനം വഹിക്കുന്നത്? ഏതു റാങ്കിലുള്ള ഉദ്യോഗമാണെങ്കിലും ഉത്തരവിടുന്ന വ്യക്തി തന്നെയാണ് ഉന്നതസ്ഥാനീയൻ. അങ്ങനെയെങ്കിൽ ദൈവത്തോട് ചില കാര്യങ്ങൾ നിവർത്തിക്കണം എന്ന് ആവശ്യപ്പെടുന്ന വ്യക്തിയാണോ അവ നിറവേറ്റിത്തരുന്ന ദൈവമാണോ ഉന്നതസ്ഥാനീയൻ? നിർവഹിക്കപ്പെടാനുള്ളവ അപേക്ഷരൂപത്തിൽ ആവശ്യപ്പെടുന്ന മനുഷ്യൻ അധികാരമുള്ളവനും എന്നാൽ അവ നിവർത്തിക്കുന്ന ദൈവം സേവകനും ആയിത്തീരുകയാണ് ഇവിടെ. ദൈവം കേവലം ഒരു ശക്തി മാത്രമെങ്കിൽ അതിന്റെ സ്ഥാനം അതിലും താഴ്ന്നതായിരിക്കും. ഒരുപക്ഷെ താൻ ജോലി ചെയ്തു വരുന്ന സ്ഥാപനത്തോടുള്ള ആത്മാർത്ഥ, വ്യക്തിബന്ധം തുടങ്ങിയവ ഇപ്രകാരമുള്ള സേവക യജമാന വ്യത്യാസം അപ്രസക്തമാക്കുന്ന നിലയിലുള്ളതാണ് എന്ന് അവകാശപ്പെട്ടേക്കാം. എന്നാൽ ഒരു വ്യക്തി തന്റെ ഔദ്യോഗിക സ്ഥാനം ഒഴിയുന്നതോടെ എല്ലാ നിലയിലുമുള്ള സ്ഥാനമാനങ്ങളും അവസാനിക്കുകയാണ്. ഇതുതന്നെയല്ലേ ആധ്യാത്മിക കാര്യത്തിലും? ചുരുക്കത്തിൽ ഓരോ മനുഷ്യനും താൻ ഏതു ദൈവത്താൽ എത്രനാൾ സേവിക്കപ്പെടണം എന്ന് നിശ്ചയിക്കുന്ന ഘടകം മാനുഷിക തീരുമാനത്തിൽ അധിഷ്ഠിതമായി നിലകൊള്ളുന്നു എന്നു പറയേണ്ടിവരും. ഇവിടെ തങ്ങൾ വിശ്വസിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ദൈവത്തിന്റെ സർവശക്തിയല്ലേ ചോദ്യം ചെയ്യപ്പെടുന്നത്? പലപ്പോഴും മോക്ഷപ്രാപ്തിയെപ്പറ്റിയുള്ള ചിന്ത പോലും അപ്രസക്തമാക്കും വിധമാണ് കൽപ്പനാരൂപത്തിൽ മനുഷ്യർ ദൈവത്തോട് അപേക്ഷിക്കുന്നത്. രണ്ടു വ്യക്തികൾ തമ്മിലുള്ള ബന്ധം മാത്രമേ സ്ഥായിയായി നിലനിൽക്കാൻ സാധ്യതയുള്ളൂ. വ്യക്തികൾ തമ്മിലുള്ള ബന്ധം കേവലം സൗഹൃദത്തിൽ അധിഷ്ഠിതമെങ്കിൽ മുൻപു സൂചിപ്പിച്ച വ്യക്തിയും ശക്തിയും തമ്മിൽ ഉള്ളതുപോലുള്ള എല്ലാ പരിമിതികളും ഉള്ളതാണ്. അതായത് സൗഹൃദബന്ധം നിലനിർത്താനും നഷ്ടപ്പെടുത്താനും കഴിയും. രണ്ടു വ്യക്തികളിൽ ആരു വേണമെങ്കിലും ഇതിനു കാരണക്കാരാകാം. ഇന്ന് ദൈവവിശ്വാസികളായി തുടരുന്ന ബഹുഭൂരിപക്ഷത്തിനും പരലോകം അവകാശമാക്കാൻ കഴിയും എന്ന് ഒരു നിശ്ചയവുമില്ല. അതായത് കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെ മോക്ഷപ്രാപ്തി ലഭിക്കുകയോ ലഭിക്കാതിരിക്കുകയോ ചെയ്യാം എന്നതാണ് അവരുടെ വിശ്വാസം. ഇവിടെ കാണുന്ന വിരോധാഭാസം ഓരോ വ്യക്തിയും തങ്ങളുടെ ഭൗമിക കാര്യങ്ങളിൽ രോഗത്തിനുള്ള ചികിത്സ, ഭക്ഷണം, വസ്ത്രം, കുലത്തൊഴിൽ, ജീവിത പങ്കാളി തുടങ്ങിയവയിൽ ഏറ്റവും ഉത്തമമായതു തിരഞ്ഞെടുക്കാനും പ്രയോജനമില്ലാത്തതും ഏതെങ്കിലും തരത്തിൽ പ്രയോജനത്തിനു സാധ്യതയില്ല എന്ന് തോന്നുന്നതുമെല്ലാം പാടെ ഉപേക്ഷിക്കാനും യാതൊരു മടിയുമില്ലാത്തവരാണ് നാം. ഭൗമിക കാര്യങ്ങളിലെ യാഥാർത്ഥ്യം ഇതെങ്കിൽ ആധ്യാത്മിക വിഷയത്തിൽ തങ്ങൾ പാരമ്പര്യമായി പിന്തുടരുന്ന വിശ്വാസം അതിന്റെ ഫലപ്രാപ്തിയിൽ എത്തും എന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത സാഹചര്യത്തിലും ഒരു വിചിന്തനത്തിനും അവസരം നൽകാതെ അന്ധമായി ആ വിശ്വാസം തന്നെ പിന്തുടരുന്നവരുടെ ഹൃദയം അന്ധവിശ്വാസങ്ങളുടെ ഈറ്റില്ലമല്ലാതെ മറ്റെന്താണ്?
ഏതു കാരണം ചൊല്ലിയാലും വേർപെടുത്താൻ കഴിയാത്ത ഒരേയൊരു ബന്ധം മാത്രമാണ് ഈ ലോകത്ത് മനുഷ്യകുലത്തിൽ നിലനിൽക്കുന്നത്. അത് രക്തബന്ധം മാത്രമാണ്. അതായത് ഒരു മാതാവിനും പിതാവിനും ഒരു മകനോ മകളോ ജനിക്കുകയും ദത്തുമൂലം മകനോ മകളോ ആയിത്തീരുന്നതിലൂടെ സംജാതമാകുകയും ചെയ്യുന്ന ബന്ധമാണത്. ഇപ്രകാരം ഒരു ബന്ധം സ്ഥാപിതമായാൽ അത് വേർപെടുത്താൻ കഴിയാത്തതും മരണത്തിനപ്പുറവും നിത്യമായും നിലനിൽക്കുന്നതുമാണ്. മറ്റ് എല്ലാ തരത്തിലുമുള്ള ബന്ധങ്ങളും ഇഷ്ടാനിഷ്ടം നിലനിർത്താനും അവസാനിപ്പിക്കാനും കഴിയുന്നതാണ്. എന്തിനേറെ വിവാഹബന്ധം പോലും വേർപെടുത്താൻ കഴിയും. എന്നാൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം ഒരിക്കൽ സ്ഥാപിക്കപ്പെട്ടാൽ ഏതുതരത്തിലുള്ള ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ടായാലും അത് ഒരിക്കലും അവസാനിപ്പിക്കാൻ കഴിയുന്നതല്ല. അങ്ങനെയെങ്കിൽ രക്തബന്ധം പോലെ സുദൃഢമായ ഒരു ബന്ധം ദൈവവുമായി സ്ഥാപിക്കപ്പെട്ടു എങ്കിൽ മാത്രമേ മോക്ഷപ്രാപ്തി അഥവാ പരലോക പ്രവേശനം ലഭിക്കും എന്ന് ഉറപ്പിക്കാൻ കഴിയുകയുള്ളൂ. അപ്രകാരമല്ലാത്തവയെല്ലാം പാഴ്വേലകൾ മാത്രം. ഈ അവനിയിൽ മോക്ഷപ്രാപ്തിക്കു സഹായകമാകും എന്ന അവകാശവാദത്തോടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള സകല മതവിശ്വാസങ്ങളും ആധ്യാത്മിക ജീവിതചര്യകളും പ്രവൃത്തികളുടെയും യോഗ്യതയുടെയും അടിസ്ഥാനത്തിൽ മാത്രം രൂപപ്പെടുത്തിയവയാണ്. ഇവിടെയാണ് ക്രിസ്തുമാർഗത്തിന്റെ പ്രസക്തി. ക്രിസ്തുമാർഗം മാത്രമാണ് പ്രവൃത്തിയും യോഗ്യതയും അടിസ്ഥാനമാക്കാതെ മോക്ഷപ്രാപ്തി അഥവാ പരലോകപ്രവേശനം ഒരു അവകാശമായി നൽകുന്നത്. വിശ്വാസത്താൽ മാത്രം, അതായത് സത്യത്തിൽ അധിഷ്ഠിതമായ ആശ്രയത്തിലൂടെ തന്നെ. ഇവിടെ ക്രിസ്തുമാർഗവും ക്രിസ്തുമതവും തമ്മിലുള്ള വ്യത്യാസം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തുമതം ഇതര മതവിശ്വാസങ്ങൾക്കൊപ്പം നിലകൊള്ളുമ്പോൾ ഇതിൽ നിന്നെല്ലാം വിഭിന്നമായി വിശ്വാസത്താൽ മാത്രം ലഭിക്കുന്ന രക്ഷയാണ് ക്രിസ്തുമാർഗം വാഗ്ദാനം ചെയ്യുന്നത്. സത്യദൈവവും നിത്യജീവനും ആകുന്ന ഏകസത്യദൈവം ദാനമായി നൽകുന്ന നിത്യരക്ഷയാണ് ക്രിസ്തുമാർഗത്തിലൂടെ ലഭ്യമാകുന്നത്. ഇപ്രകാരം രക്ഷപ്പെടുന്നവർക്ക് ഭക്തർ, ദാസർ തുടങ്ങിയ സ്ഥാനമല്ല ലഭിക്കുന്നത്, പ്രത്യുത ദൈവമക്കൾ എന്ന ഉന്നത പദവിയാണ്. അപ്പോസ്തലനായ പൗലോസിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. തുടർന്നും ഭയത്തോടെ ജീവിക്കുന്ന അടിമകളാക്കി നിങ്ങളെ മാറ്റുന്ന ആത്മാവിനെയല്ല നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്, മറിച്ച് നിങ്ങൾക്ക് പുത്രത്വം നൽകുന്ന ആത്മാവിനെയാണ്. അതുകൊണ്ട് നാം ദൈവത്തെ അബ്ബാ, പിതാവേ എന്നു വിളിക്കുന്നു. ദൈവാത്മാവ് തന്നെ നമ്മുടെ ആത്മാവിനോട് സാക്ഷ്യം പറഞ്ഞ് നാം ദൈവത്തിന്റെ മക്കളാണെന്ന് ഉറപ്പു നൽകുന്നു. ഇപ്രകാരം ദൈവത്തിന്റെ മക്കളായിരിക്കുന്നതുകൊണ്ട് നാം ദൈവിക അനുഗ്രഹങ്ങളുടെ അവകാശികളാണ്, ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളും. ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളിൽ പങ്കാളികളായിരിക്കുന്ന നാം ക്രിസ്തുവിന്റെ തേജസ്സിന്റെയും പങ്കാളികളാകും. റോമർ 8:14 മുതൽ 17 വരെ. ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ഗലാത്യർ 3:26. ശക്തിയുള്ള വ്യക്തിയായ ഏകസത്യദൈവമായ ബൈബിളിലെ ദൈവവുമായി ബന്ധം സ്ഥാപിച്ചില്ലെങ്കിൽ അഥവാ ക്രിസ്തുയേശുവിൽ വിശ്വസിച്ച് ദൈവമക്കളായിത്തീരാത്ത ആർക്കും മോക്ഷപ്രാപ്തി അഥവാ പരലോകം എന്നും ഒരു കിട്ടാക്കനിയായിരിക്കും. ഈ രക്ഷ ഏതെങ്കിലും ഒരു വിഭാഗത്തിനു മാത്രമായി വിഭാവനം ചെയ്തതല്ല, ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ ലഭിക്കുന്നു എന്നാണ് വിശുദ്ധ ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നത്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനു ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യോഹന്നാൻ 3:16. മോക്ഷപ്രാപ്തിക്കുള്ള തടസ്സം. വിശുദ്ധ ബൈബിൾ വ്യക്തമാക്കുന്ന മോക്ഷപ്രാപ്തി അഥവാ പരലോക പ്രവേശനം ജാതി മത വർണ്ണ വർഗ വ്യത്യാസമന്യേ സകല മനുഷ്യർക്കും വേണ്ടി ഒരുക്കപ്പെട്ടതാണ്. അപ്പസ്തലനായ പൗലോസിന്റെ വാക്കുകൾ ഇത് വ്യക്തമാക്കുന്നു. സുവിശേഷത്തെക്കുറിച്ചു ഞാൻ ലജ്ജിക്കുന്നില്ല. ഒന്നാമത് യഹൂദനും പിന്നീട് യഹൂദേതരനും ഇങ്ങനെ വിശ്വസിക്കുന്ന എല്ലാവർക്കും അത് രക്ഷ നൽകുന്ന ദൈവശക്തിയാകുന്നു. റോമർ 1:16. മാത്രവുമല്ല, ഇപ്രകാരം രക്ഷപ്പെടാത്തവർക്ക് നിത്യശിക്ഷ അഥവാ നിത്യനരകമായിരിക്കും അവരുടെ ഓഹരി. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവിടുന്ന് നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് എല്ലാ അനീതിയിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കും. അവിടുന്ന് വിശ്വസ്തനും നീതിമാനുമാണല്ലോ. വാക്യങ്ങൾ റോമർ 3:23, 1 യോഹന്നാൻ 1:9. ഈ ബൈബിൾ വാക്യങ്ങൾ വ്യക്തമാക്കുന്നത് മോക്ഷപ്രാപ്തിക്കു തടസ്സം പാപമാണ്. അതെ, പാപം മാത്രമാണ്. അങ്ങനെയെങ്കിൽ യുക്തിബോധമുള്ള മനുഷ്യൻ പാപപരിഹാരത്തിനുള്ള മാർഗമല്ലേ അന്വേഷിക്കേണ്ടത്? അനുവാചകരിൽ ചിലരെങ്കിലും പാപം എന്ന യാഥാർത്ഥ്യത്തെ യുക്തിക്കു നിരക്കുന്ന ഒരു ആശയമല്ല എന്നു പരിഗണിക്കുന്നുണ്ടാകാം. എന്നാൽ ശരിയും തെറ്റും അല്ലെങ്കിൽ നീതിയും അനീതിയും വേർതിരിച്ചുകൊണ്ട് ചില നിർദ്ദേശങ്ങൾ നൽകേണ്ട സാഹചര്യം ഏതെങ്കിലും സമൂഹത്തിൽ നിലനിൽക്കുന്നെങ്കിൽ പാപം ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ സാഹചര്യത്തിലാണ് ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു ദൈവതേജസ്സു ഇല്ലാത്തവരായിത്തീർന്നു എന്ന ബൈബിൾ വാക്യത്തിന്റെ പ്രസക്തി. റോമർ 3:23. അതെ, സകല മനുഷ്യരും പാപികളാണ്. ആദ്യമനുഷ്യനായ ആദാമിൽ നിന്ന് ഉദ്ഭവിച്ച നാം ആ പാപപ്രകൃതത്തിന് ഉടമകളായതിനാൽ ജന്മനാലും തുടർന്നു പാപം ചെയ്തതിനാൽ കർമ്മം കൊണ്ടും പാപികളാണ്. യാഥാർത്ഥ്യം ഇതായിരിക്കെ പാപം ഒരു പരമസത്യം അഥവാ ആബ്സല്യൂട്ട് ട്രൂത്ത് അല്ല, പ്രത്യുത ആപേക്ഷിക സത്യം അഥവാ റിലേറ്റീവ് ട്രൂത്ത് മാത്രമാണ് എന്നു വാദിക്കുന്നവരുമുണ്ട്. അതായത് തെറ്റ് എന്ന് എനിക്ക് തോന്നുന്നത് മറ്റൊരാൾക്ക് തെറ്റ് ആകണമെന്നില്ല.
ഉദാഹരണത്തിന് മനുഷ്യനെ കൊന്നു ഭക്ഷിക്കുന്ന നരഭോജികൾ. കൊലപാതകം നരഭോജികൾക്കിടയിൽ അംഗീകരിക്കപ്പെട്ട ഒരു വസ്തുതയാണ് എന്നത് ഒരു മിഥ്യാധാരണയാണ്. പരിഷ്കൃതർ അപരിഷ്കൃതർ വ്യത്യാസമില്ലാതെ എല്ലാ സമൂഹത്തിലും കൊലപാതകം എന്നത് തെറ്റുതന്നെയാണ്. ഇതിനു കാരണം ദൈവിക നിയമം എല്ലാവരുടെയും ഹൃദയത്തിൽ രേഖപ്പെടുത്തപ്പെടുകയും അത് അവരുടെ മനസ്സാക്ഷി സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. അപ്പോസ്തലനായ പൗലോസിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. സ്വാഭാവികമായി തന്നെ ന്യായപ്രമാണം അനുശാസിക്കുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു. ഇങ്ങനെ അവർ തങ്ങൾക്കുതന്നെ ഒരു ന്യായപ്രമാണമായിത്തീരുന്നു. അവരുടെ ചിന്തകൾ അവരെ കുറ്റപ്പെടുത്തുകയോ ന്യായീകരിക്കുകയോ ചെയ്തും അവരുടെ മനസ്സാക്ഷി കൂടെ അതിനു സാക്ഷ്യം വഹിച്ചും ന്യായപ്രമാണം അനുശാസിക്കുന്ന പ്രവൃത്തികൾ അവരുടെ ഹൃദയത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതായി കാണിക്കുന്നു. റോമർ 2:14-15. അപ്രകാരമല്ലായിരുന്നു എങ്കിൽ നരഭോജികൾ പരസ്പരം ആഹാരമാക്കി എന്നേ വംശനാശം സംഭവിക്കുമായിരുന്നു. എന്നാൽ അവർ ആഹാരമാക്കുന്നത് തങ്ങൾ അന്യരായി കരുതുന്നവരെ മാത്രമാണ്. ഇതിനു കാരണം ഇങ്ങനെയുള്ളവരെ അവർ ശത്രുക്കളായി കരുതുന്നു എന്നതാണ്. ദൈവചിന്തയിൽ അധിഷ്ഠിതമായ സകല മത തത്വസംഹിതകളും ഒരുപോലെ പാപമോചനത്തിനായി വിവിധ മാർഗങ്ങൾ മുന്നോട്ടുവെക്കുന്നു. തങ്ങളിലെ പാപം മോക്ഷപ്രാപ്തിക്കു തടസ്സമാണ് എന്നും ദൈവത്തിന്റെ ന്യായവിധിയായ നിത്യനരകത്തിനു തങ്ങൾ വിധിക്കപ്പെട്ടവരാണ് എന്നുമുള്ള തിരിച്ചറിവാണ് ഇതിനു കാരണം. എന്നാൽ ഈ പ്രശ്നത്തിനു വ്യക്തവും ശാശ്വതവുമായ ഒരു പരിഹാരമാർഗം നിർദ്ദേശിക്കാൻ മതതത്വസംഹിതകൾക്കു കഴിയുന്നുമില്ല. പ്രവൃത്തിയുടെയും യോഗ്യതയുടെയും അടിസ്ഥാനത്തിൽ പരലോക പ്രവേശനം സാധ്യമായേക്കാം എന്ന ഉറപ്പില്ലാത്ത ചില നിർദ്ദേശങ്ങൾ മാത്രമേ ഇവർ മനുഷ്യരാശിക്കു നൽകുന്നുള്ളൂ. എന്നാൽ സകല മത തത്വസംഹിതകളിൽ നിന്നും വിഭിന്നമായി ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ പാപമോചനവും നിത്യരക്ഷ അഥവാ ദൈവിക ന്യായവിധിയിൽ നിന്നുള്ള വിടുതലും ഉറപ്പു നൽകുന്നു. വിശുദ്ധ ബൈബിൾ മുന്നോട്ടുവെക്കുന്ന പാപപരിഹാരമാർഗത്തിലൂടെ ലഭ്യമാകുന്ന നിത്യരക്ഷ അഥവാ നിത്യനരകത്തിൽ നിന്നുള്ള മോചനം യുക്തിസഹമോ എന്നു ചിന്തിക്കുന്നവരുണ്ടാകാം. ഉദാഹരണത്തിന് ഹൃദയസ്തംഭനം മൂലം ഒരു വ്യക്തി മരണത്തിന് കീഴടങ്ങാതിരിക്കാൻ അതിനുവേണ്ട പ്രതിവിധി യഥാസമയം ചെയ്ത് പ്രസ്തുത പ്രശ്നം പരിപൂർണമായി പരിഹരിച്ചാൽ ഹൃദയസ്തംഭനം അയാളുടെ മരണത്തിനു കാരണമാകുകയില്ല. അതുപോലെ ഒരു വ്യക്തി പാപിയായതിനാൽ ലഭിക്കുന്ന നിത്യനരകം അഥവാ ദൈവിക ന്യായവിധി പാപമോചനത്തിലൂടെ അഥവാ പാപപരിഹാരത്തിലൂടെ ലഭിക്കും എന്ന വാദം യുക്തിനുസൃതമാണ്. യേശുക്രിസ്തുവിന്റെ യാഗമരണത്തിലൂടെ ലഭ്യമാകുന്ന പാപമോചനം മാത്രമേ പരലോകപ്രവേശനം സാധ്യമാക്കുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി യേശുക്രിസ്തുവിൽ വിശ്വാസം അർപ്പിക്കുക മാത്രമാണ് ഏക പോംവഴി. കാരണം അവിടുന്ന് മാത്രമാണ് പാപമോചനം നൽകുന്ന ഏക ലോകരക്ഷിതാവ്. യേശുക്രിസ്തു ഒഴികെ മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അപ്പസ്തല പ്രവൃത്തി 4:12. ദൈവമൊരുക്കിയ ഒരേയൊരു മോക്ഷമാർഗം ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ് മോക്ഷം അഥവാ രക്ഷ. പരിശുദ്ധനായ ദൈവത്തിന് പാപത്തെ ശിക്ഷിക്കാതിരിക്കാൻ കഴിയുകയില്ല. കാരണം അവിടുന്ന് നീതിമാനാണ്. ആദാം എന്ന ഏകമനുഷ്യൻ മുഖേന പാപം മുഖേന മരണവും ലോകത്തിലേക്കു പ്രവേശിച്ചു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്തതിനാൽ മരണം എല്ലാവരിലേക്കും വ്യാപിച്ചു. റോമർ 5:12. അതെ, പാപം മൂലം ദൈവശിക്ഷയ്ക്കു വിധിക്കപ്പെട്ട മനുഷ്യകുലം അതിൽ നിന്നു രക്ഷപ്പെടാൻ സ്വപ്രവൃത്തിയിൽ അധിഷ്ഠിതമായ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചു. എന്നാൽ അവയെല്ലാം പരാജയപ്പെടുകയാണുണ്ടായത്. എഫേസ്യർ 2:1 സൂചിപ്പിച്ചിരിക്കുന്ന പോലെ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായ അർത്താൽ ആത്മിക മരണം സംഭവിച്ച മനുഷ്യന്റെ സൽപ്രവൃത്തികൾ ഒരിക്കലും ആത്മരക്ഷയ്ക്ക് ഉപകരിക്കുകയില്ല എന്ന യാഥാർത്ഥ്യബോധത്തിനു മുന്നിലും അവർ അക്ഷീണം തങ്ങളുടെ പരിശ്രമം തുടരുകയാണ്. പാപമോചനത്തിനായുള്ള മനുഷ്യന്റെ സകല സ്വപരിശ്രമങ്ങളും വിഫലമായപ്പോൾ മനുഷ്യകുലത്തെ രക്ഷിക്കാൻ ദൈവം തന്നെ വിഭാവന ചെയ്ത ഏക രക്ഷാമാർഗമാണ് കർത്താവായ യേശുക്രിസ്തു. നിയോഗിക്കപ്പെട്ടിരുന്ന സമയത്തുതന്നെ ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കുകയുണ്ടായി. ഗലാത്യർ 4:4. യേശുവിന്റെ ജനനത്തിനു മുൻപുതന്നെ ദൈവദൂതൻ അറിയിച്ച വാക്കുകൾ ശ്രദ്ധിക്കുക. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നു രക്ഷിപ്പാനിരിക്കകൊണ്ടു നീ അവനു യേശു എന്നു പേരിടേണം. മത്തായി 1:21. തന്റെ അടുത്തേക്കു വന്ന യേശുവിനെ കണ്ടിട്ട് യോഹന്നാൻ സ്നാപകൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഇപ്രകാരമാണ്: ഇതാ ലോകത്തിന്റെ പാപം പരിഹരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യോഹന്നാൻ 1:29. ഈ ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും പാപത്തിനു പരിഹാരം വരുത്താൻ അവരുടെയെല്ലാം പാപത്തിന്റെ ശിക്ഷ തന്റെ ചുമലിൽ വഹിച്ചുകൊണ്ട് അവർക്കു പകരം കർത്താവായ യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ യാഗമരണം വരിച്ചു. അവിടുന്ന് സകലരെയും പോലെ മരിച്ചു മൺമറഞ്ഞു പോകുകയായിരുന്നില്ല. പ്രത്യുത മരണത്തെ ജയിച്ച് റോമൻ ഗവൺമെന്റിന്റെ കല്ലറകളെ ഭേദിച്ച് 3-ാം നാൾ അവിടുന്ന് അരുളിച്ചെയ്തിരുന്നതുപോലെ തന്നെ ഉയിർത്തെഴുന്നേറ്റു. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട് തുടങ്ങി താൻ ഉന്നയിച്ച സകല അവകാശവാദങ്ങളും സാധൂകരിക്കുന്നതായിരുന്നു കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയിർത്തെഴുന്നേൽപ്പ്. ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോടു പറയുന്നു, എന്റെ വചനം കേട്ടു എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിൽ ആകാതെ മരണത്തിൽ നിന്നു ജീവങ്കലേക്കു കടന്നിരിക്കുന്നു. യോഹന്നാൻ 5:24. ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നതു തന്നെ നിത്യജീവനാകുന്നു.
യോഹന്നാൻ 17:3 നൂറ്റാണ്ടുകൾക്കു മുന്നേ അരുളിച്ചെയ്തിരുന്നതുപോലെ തന്നെ ഈ ഭൂമിയിലേക്ക് കന്യകയുടെ മകനായി അവതരിച്ച് അരുളിച്ചെയ്തിരുന്നതുപോലെ തന്നെ ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയിർത്തെഴുന്നേറ്റ കർത്താവായ യേശുവിലുള്ള വിശ്വാസം മാത്രമാണ് ഒരു വ്യക്തിക്ക് മോക്ഷപ്രാപ്തി അഥവാ പരലോകപ്രവേശനം സുസാധ്യമാക്കുന്നത്. മരണത്തെ ജയിച്ച് ഉയിർത്തെഴുന്നേറ്റ യേശുകർത്താവ് സ്വർഗത്തിലേക്കു പോകുന്നതായി തന്റെ ശിഷ്യന്മാർ കണ്ട അതേവിധത്തിൽ തന്നെ അവിടുന്ന് തന്നിൽ വിശ്വസിക്കുന്നവരെ സ്വീകരിക്കാൻ മടങ്ങിവരും എന്ന ഉറപ്പും തിരുവചനം നൽകുന്നു. അപ്പസ്തല പ്രവൃത്തി 1:9-11 വരെയുള്ള വാക്യങ്ങൾ. അവിടുന്ന് ഇന്നും ജീവിക്കുന്നു. ഈ വ്യക്തിയിലുള്ള വിശ്വാസമാണ് സുവിശേഷത്തിന് ആധാരം. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയിർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതു ആകുന്നു എന്റെ സുവിശേഷം. 2 തിമോത്തിയോസ് 2:8-9. സുവിശേഷം എന്നത് നാം പലപ്പോഴും പറയുകയും കേൾക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള കേവലം നല്ല വാർത്ത മാത്രമല്ല, പ്രത്യുത ജനിച്ചു മരിച്ചിട്ട് ഉയിർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തു എന്ന വ്യക്തിയിൽ കേന്ദ്രീകൃതമായി നിലകൊള്ളുന്ന വിശ്വാസയോഗ്യമായ നിത്യജീവന്റെ സദ്വർത്തമാനമാണ്. കാരണം അവിടുന്ന് സത്യദൈവവും നിത്യജീവനുമാണ്. ഈ രക്ഷ പ്രവൃത്തിയാലല്ല, കർത്താവായ യേശുവിലുള്ള വിശ്വാസത്താൽ മാത്രം അവകാശമാക്കാൻ കഴിയുന്ന ഒന്നാണ്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നതു, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. എഫേസ്യർ 2:8-9. വിശ്വാസത്താലുള്ള നീതീകരണത്തെക്കുറിച്ച് മറ്റൊരിടത്ത്, കൃപയാലെങ്കിൽ അതു പ്രവൃത്തികളാൽ ആയിരിക്കുകയില്ല, പ്രവൃത്തികളാലെങ്കിൽ കൃപ ഒരിക്കലും കൃപയായിരിക്കുകയുമില്ല. റോമർ 11:6. വിശ്വാസത്താലാണ് നീതിമാൻ ജീവിക്കുന്നത് എന്ന തിരുവെഴുത്ത് അനുസരിച്ച് ആ നീതീകരണം ആദ്യവസാനം വിശ്വാസത്താലാണ്. റോമർ 1:17. ആത്മരക്ഷയെ സംബന്ധിച്ച് തിരുവചനത്തിലെ ശക്തമായ ഉപദേശം ഇതായിരിക്കെ ഈ വിശ്വാസത്തോട് പ്രവൃത്തികൾ ആവശ്യമാണ് എന്ന് അവകാശപ്പെടുന്ന പ്രവണത പൊതുവെ കണ്ടുവരുന്നു. തങ്ങളുടെ വിശ്വാസത്തിനും അനുഷ്ഠാനത്തിനും ഈ ബൈബിൾ മാത്രം ആധാരം എന്നു പഠിപ്പിക്കുന്ന മിക്ക ക്രിസ്തീയ സഭാവിഭാഗങ്ങളും രക്ഷയുടെ പൂർത്തീകരണത്തിന് അഥവാ പരലോക പ്രവേശനത്തിന് വിശ്വാസത്തോടൊപ്പം പ്രവൃത്തിയും അനിവാര്യമാണ് എന്നു പഠിപ്പിക്കുന്നു. ഇത് ഒരു വിരോധാഭാസമായി തന്നെ നിലനിൽക്കുന്നു. അതായത് യേശുവിനെ കർത്താവും രക്ഷിതാവുമായി അംഗീകരിച്ചാൽ മാത്രം പോരാ, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുക, നേർച്ചകാഴ്ചകൾ അർപ്പിക്കുക, വിവിധ കൂദാശകൾ നിവർത്തിക്കുക എന്നിവയെല്ലാം അനിവാര്യമാണ് എന്നും പഠിപ്പിക്കുന്നു. ഇതര സഭാവിഭാഗങ്ങൾക്കിടയിൽ ഇതിന്റെ എണ്ണത്തിൽ മാത്രമാണ് വ്യത്യാസമുള്ളത്. കൂദാശകൾ ഒരു തരത്തിലും രക്ഷയിലേക്കു നയിക്കുകയില്ല എന്നു പഠിപ്പിക്കുന്ന സഭാവിഭാഗങ്ങളിൽ ചിലത് വിശ്വാസസ്നാനം രക്ഷയ്ക്ക് ആവശ്യമാണ് എന്നും ആത്മപ്രാപണം, ആത്മാഭിഷേകം, അന്യഭാഷാഭാഷണം എന്നിവയിൽ ചിലതെങ്കിലും രക്ഷയുടെ പൂർത്തീകരണത്തിന് അനിവാര്യ ഘടകങ്ങളാണ് എന്നും പഠിപ്പിക്കുന്നു. ഇപ്രകാരമുള്ളവർ ക്രിസ്തുമാർഗത്തിന്റെ വക്താക്കളല്ല, പ്രത്യുത ക്രിസ്തുമതത്തിന്റെ വക്താക്കളായി മറ്റൊരു സുവിശേഷം അറിയിക്കുന്നവരാണ്. വിശ്വാസത്തോടൊപ്പം പ്രവൃത്തി രക്ഷയ്ക്ക് അനിവാര്യമാണ് എന്ന വീക്ഷണം വെച്ചുപുലർത്തുന്നവരെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസിന്റെ നിരീക്ഷണം ശ്രദ്ധിക്കുക. അത് സുവിശേഷമേ അല്ല. ചിലർ നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുകയും ക്രിസ്തുവിന്റെ സുവിശേഷത്തെ വികലമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നേയുള്ളൂ. ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ച സുവിശേഷത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു സുവിശേഷം ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്നുള്ള ഒരു ദൂതനോ പ്രസംഗിക്കുന്നെങ്കിൽ അയാൾ ശപിക്കപ്പെട്ടവൻ. ഞങ്ങൾ മുമ്പേ പ്രസ്താവിച്ചതുതന്നെ ഇപ്പോഴും ആവർത്തിക്കുന്നു. നിങ്ങൾ സ്വീകരിച്ച സുവിശേഷത്തിനു വ്യത്യസ്തമായ ഒരു സുവിശേഷം ആരെങ്കിലും പ്രസംഗിച്ചാൽ അയാൾ ശപിക്കപ്പെട്ടവൻ. ഗലാത്യർ 1:7-9 വരെ. ഇവിടെ രക്ഷിക്കപ്പെട്ട ക്രിസ്തുവിശ്വാസികൾ സൽപ്രവൃത്തി ചെയ്യേണ്ട എന്നല്ല, രക്ഷക്കോ രക്ഷയുടെ പൂർത്തീകരണത്തിനോ യാതൊരു പ്രവൃത്തിയും ചെയ്യേണ്ടതില്ല എന്നാണ്. എന്നാൽ സൽപ്രവൃത്തികൾ രക്ഷിക്കപ്പെട്ട ഓരോ വ്യക്തിയുടെയും കടമയും ഉത്തരവാദിത്വവുമാണ്. പാപം മൂലം ആത്മികമരണം സംഭവിച്ച മനുഷ്യന് സ്വപ്രയത്നത്താൽ അസാധ്യമായ ആത്മരക്ഷ ദൈവകൃപയാൽ ദാനമായി ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇതിനായി മനുഷ്യരാശിയുടെ പാപപരിഹാരത്തിനായി ഈ അവനിയിൽ അവതരിച്ച ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ യാഗമരണത്തിൽ വിശ്വസിക്കുക മാത്രമാണ് ഒരേയൊരു പോംവഴി. അനുവാചകർ ഏതു വിഭാഗത്തിൽപ്പെട്ട ആളായാലും യേശുവിനായി താങ്കളുടെ ഹൃദയം നൽകാൻ കഴിയുമെങ്കിൽ, അർത്താൽ അവിടത്തെ കർത്താവും രക്ഷിതാവുമായി പൂർണ്ണ മനസ്സോടെ താങ്കളുടെ ഹൃദയത്തിലേക്കു സ്വീകരിക്കുമെങ്കിൽ യേശുകർത്താവിന്റെ യാഗമരണത്തിലൂടെ സാധ്യമാക്കിയ നിത്യരക്ഷയുടെ ഉടമയാകാൻ കഴിയും. അതിനു സന്നദ്ധമെങ്കിൽ താങ്കൾ ഹൃദയംഗമമായി ഇപ്രകാരം പ്രാർത്ഥിക്കുമോ: യേശുകർത്താവേ, ഞാനൊരു പാപിയാണ്. അങ്ങ് ക്രൂശിൽ വരിച്ച യാഗമരണം എന്റെ പാപത്തിന് ഞാൻ അനുഭവിക്കേണ്ട ശിക്ഷയ്ക്കു പകരമായിട്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മരണത്തെ ജയിച്ച് ഉയിർത്തെഴുന്നേറ്റ അങ്ങയെ ഞാൻ എന്റെ കർത്താവും രക്ഷിതാവുമായി എന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു. ആമേൻ. ഇപ്രകാരം ക്രിസ്തുയേശുവിൽ വിശ്വസിച്ചവർ ദൈവപൈതലായിത്തീരുന്നു. ഈ ബന്ധം നമ്മെ നിത്യരക്ഷയ്ക്ക്, അതായത് നിത്യജീവന് അവകാശിയാക്കുന്നു. ഈ രക്ഷ ദൈവശക്തിയാൽ സംരക്ഷിക്കപ്പെടുന്നതിനാൽ സുരക്ഷിതവുമാണ്. അപ്പസ്തലനായ പത്രോസിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. ദൈവത്തിന്റെ മഹാകരുണയാൽ മരിച്ചവരിൽ നിന്ന് യേശുക്രിസ്തു പുനരുത്ഥാനം ചെയ്തതിലൂടെ ജീവനുള്ള പ്രത്യാശയിലേക്കു നമുക്കു പുതുജനനം നൽകിയിരിക്കുന്നു.
ഈ പ്രത്യാശ അനശ്വരവും നിർമ്മലവും പ്രഭമങ്ങാത്തതും സ്വർഗത്തിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നതുമായ ഓഹരി നാം സ്വന്തമാക്കേണ്ടതിനാണ്. അങ്ങനെ അന്ത്യകാലത്തു വെളിപ്പെടാൻ സജ്ജമാക്കിയിരിക്കുന്ന രക്ഷയ്ക്കായി വിശ്വാസത്താൽ നാം ദൈവശക്തിയിൽ സംരക്ഷിക്കപ്പെടുന്നു. 1 പത്രോസ് 1:3-5 വരെ. ക്രിസ്തുയേശുവിനെ കർത്താവും രക്ഷിതാവുമായി ഹൃദയത്തിൽ സ്വീകരിച്ചവർ അവിടത്തെ കൽപ്പനകളനുസരിച്ച് ജീവിക്കാൻ ബാധ്യസ്ഥരാണ്. ഇതിന്റെ ആദ്യപടിയായി ബൈബിൾ പഠനത്തിലും പ്രാർത്ഥനയിലും തുടരുന്നതോടൊപ്പം ഞാൻ രക്ഷിക്കപ്പെട്ട് നിത്യജീവന്റെ അവകാശിയായി മാറി എന്നു പരസ്യമായി സാക്ഷ്യപ്പെടുത്തുന്ന വിശ്വാസസ്നാനം സ്വീകരിക്കണം. അതോടൊപ്പം വിശ്വാസത്താൽ മാത്രം രക്ഷ എന്ന നിർമ്മല ഉപദേശം മുറുകെ പിടിക്കുന്ന ദൈവജനത്തോടുള്ള സഭാബന്ധത്തിൽ തുടരാനുള്ള ബാധ്യത ദൈവപൈതലെന്ന അനുഗ്രഹീത പദവി ലഭിച്ചവർക്കുണ്ട്. അപ്രകാരമല്ലാത്തവരോടുള്ള കൂട്ടായ്മയും സഭാബന്ധവും ഉപേക്ഷിക്കാനുള്ള ആർജവം എന്റെ രക്ഷിതാവിനോടുള്ള കടപ്പാടായി കരുതുകയും വേണം. തിരുവചന സത്യങ്ങൾക്ക് അനുസൃതമായ ഗൗരവതരവും നിർണായകവുമായ ഈ തീരുമാനം താങ്കളുടേതും ആയിത്തീരാൻ സർവശക്തനായ ദൈവം താങ്കളെ സഹായിക്കട്ടെ. പാപഭാരത്താൽ വലയുന്ന സഹോദര സഹോദരി, സ്നേഹവാനായ ദൈവം താങ്കൾക്കും പാപക്ഷമ നൽകുന്നതിനായി മാടിവിളിക്കുന്നു. അവിടത്തെ ശബ്ദത്തിന് കാതോർക്കുക. ബൈബിൾ സത്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും കൃത്യമായ ബൈബിൾ പഠനം സാധ്യമാക്കുന്ന മാർഗദർശിക്കുമായി ഞങ്ങളുമായി ബന്ധപ്പെടുക. ബൈബിൾ വ്യാഖ്യാനശാസ്ത്രം എന്ന മാർഗദർശി മലയാളത്തിലും ഇംഗ്ലീഷിലും ലഭ്യമാണ്. കോപ്പികൾക്കായി 9446914242 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നന്ദി.